ഹലോ, ഇന്ന് ഒരു ഇഞ്ചി തൈര് അഥവാ ഇഞ്ചി പച്ചടി. നമുക്ക് ഇഞ്ചി പച്ചടിയാണ് അതിൻ്റെ റെസിപ്പിയാണ്. ഇത് ഒരു പകുതി അരമുറി തേങ്ങയിൽ തൈരും ചേർത്ത് അരച്ചതാണ്. നന്നായി അരക്കണം, വെള്ളമൊഴിക്കാതെ നമുക്ക് ആവശ്യമുള്ളത്ര തൈര്, അതായത് ഒരുപാട് ലൂസാവാനും പാടില്ല. അഥവാ തൈര് ഒഴിച്ച് നിങ്ങൾക്ക് തൈര് തീർന്നെങ്കിൽ അരക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം അല്പം വെള്ളമൊഴിക്കുക. നല്ല കട്ടിയിലാണ് ഇത് അരച്ചെടുക്കേണ്ടത്. അതാണ് ഇഞ്ചി തൈര് എന്ന് പറയുന്നത്, കട്ടിയിലാണ്. അങ്ങനെ അത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ കടുക്. ഇത് ചെറിയ കടുകാണ്, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വലിയ കടുകല്ല, അതുകൊണ്ട് 2 ടീസ്പൂൺ ഇടാം. ഇനി വലിയ കടുകാണ് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഇട്ടാൽ മതി. ഇത് തീരെ ചെറിയ കടുകാണ്, ഞാനതാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് അരിഞ്ഞ് കിട്ടാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊന്ന് നന്നായി അരച്ചെടുക്കണം. ഒരുപാട് അരയരുത്. ഈ ചെറിയ കടുകാണെങ്കിൽ ഒന്ന് നന്നായി അരച്ചാലേ അത് അരയൂ. വലിയ കടുകാണെങ്കിൽ ഒരുപാട് സമയം അരച്ച് അതിൻ്റെ ടേസ്റ്റ് പോകാൻ പാടില്ല, പച്ചക്കടുകിൻ്റെ രുചി വരണം. പിന്നെ ഇതിലേക്ക് ഇപ്പോൾ ഇത്രയും കാന്താരി എടുത്തിട്ടുണ്ട്. കാന്താരിയാണ് നല്ലത്. ഇനി നിങ്ങൾക്ക് പച്ചമുളകാണെങ്കിൽ ഒരു 3 പച്ചമുളക് എടുക്കാം. പിന്നെ ഇത്രയും വലിയ കഷ്ണം ഒരു ഇഞ്ചിയും വേണം. ഇഞ്ചി പച്ചടിയാണല്ലോ, അപ്പോൾ ഇഞ്ചിയാണ് മെയിൻ. അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് ചതച്ചെടുക്കാം. അരഞ്ഞു പോകരുത്. മിക്സിയിൽ വിസ്ക് മോഡിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ. അങ്ങനെ അത് ചതച്ചെടുത്തും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിൽ ഇപ്പോൾ മുളകും ഇഞ്ചിയും. പണ്ടൊക്കെ അമ്മിയിലാവുമ്പോൾ അത് ലാസ്റ്റ് നന്നായി ചതച്ചെടുക്കുകയാണ് ചെയ്യുക. തീരെ അരിഞ്ഞില്ലെങ്കിലും ഇഞ്ചിയുടെ ടേസ്റ്റ് അറിയില്ല. ഇതുപോലെ ചതച്ചെടുക്കാനേ പാടുള്ളൂ. അതിനാണ് ഇഞ്ചി ഒന്ന് കഷ്ണങ്ങളാക്കി ഇടുന്നത്. കടുക് കുറച്ചരിയണം. ആ അരയുമ്പോഴേക്ക് ഇത് അരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇത് രണ്ടും സെപ്പറേറ്റ് ഇടുന്നത്. ഇങ്ങനെ തന്നെ ഇടണം, എങ്കിലേ കറിക്ക് രുചി ഉണ്ടാവും. ഒരുമിച്ച് അരക്കാനേ പാടില്ല. അങ്ങനെ ഇഞ്ചി തൈര് നമ്മളൊരു ചട്ടിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇനി ഇതിനുള്ള കടുകും തേങ്ങയും വറവിടാം. ഇതിന് ഒരു ചിരവിയ തേങ്ങ വേണം എണ്ണയിൽ വറവിടാൻ വേണ്ടിയിട്ട്. അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഈ സമയത്ത് ഉപ്പ് നോക്കി നിങ്ങൾക്ക് ഉപ്പ് ചേർക്കാം. കുറച്ചധികം ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ചേർക്കണം. കാരണം ഇതിലിനി തേങ്ങയും ചേർത്ത് ബ്രൗൺ നിറമാവുന്നത് വരെ വാട്ടിയെടുക്കേണ്ടതാണ്. അങ്ങനെ കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് ഒരു 3 സ്പൂൺ തേങ്ങയാണ് ഇട്ടിട്ടുള്ളത്. ഇത് നല്ല ടേസ്റ്റാണ്. കറിയിൽ ഇതൊന്ന് കടിക്കുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അങ്ങനെ ഒരു 2 കായമുളകും ചേർത്ത് ബ്രൗൺ നിറമാകുന്നത് വരെ വാട്ടിക്കൊണ്ടുവരിക. കരിഞ്ഞു പോകരുത്, തീരെ കുറഞ്ഞു പോകാനും പാടില്ല. ഈ കളറായി വരണം, അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. ഇനി നമുക്ക് കറി വറവിടാം. ഈ സമയത്ത് ഞാൻ കറിവേപ്പിലിടാൻ മറന്നുപോയിരുന്നു. അവിടെ കൊണ്ടുവച്ചിരുന്നു, അടുത്ത് കാണാഞ്ഞത് പിന്നെ മറന്നുപോയി. പക്ഷേ ഏതായാലും അത് പരിഹരിച്ചിട്ടുണ്ട്. നന്നായി തിരുമ്മിയ ശേഷം കറിവേപ്പില ഞാനിപ്പോൾ ചേർക്കും. ഇത് ഇത്രയും കൊഴുപ്പിലാണ് ചേർക്കേണ്ടത്. വെള്ളം പോലെ ആയാൽ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ ഒന്ന് തിരുമ്മിയ കറിവേപ്പിലയും ചേർത്ത് കറിയിൽ ചേർത്ത് ഇളക്കിയിട്ടുണ്ട്. ഇതൊന്നും ഒരിക്കലും തിളപ്പിക്കാനേ പാടില്ല. ഇങ്ങനെ ജീരകത്തിൻ്റെ കൂടെ അരച്ച് വയ്ക്കാനേ പാടുള്ളൂ. ഇനി നമുക്കിപ്പോൾ ഒരു സാമ്പാറുണ്ട്. സാമ്പാറിന് വറവിടാം. സാമ്പാറിൽ കടുക് പൊട്ടി ഉലുവയും ഇട്ട് ശേഷം ജീരകവും കറിവേപ്പിലയും. ചിലപ്പോൾ ഓരോരോ സമയത്ത് തോന്നുന്ന പോലെയാണ്. ചിലപ്പോൾ ഞാൻ വെളുത്തുള്ളി ചതച്ചിടും. ഇന്ന് എനിക്ക് ഈ ഉലുവയും ജീരകവും വറുത്തിട്ട സാമ്പാറാണ് കഴിക്കാൻ തോന്നിയത്. അത് ഓരോന്നിനും ഓരോ ടേസ്റ്റാണ് കേട്ടോ. ജീരകവും ഉലുവയും വറവിട്ടത് നല്ല ടേസ്റ്റായിരിക്കും. ഞങ്ങൾ പണ്ട് സ്കൂൾ ക്യാൻറ്റീനിലൊക്കെ കിട്ടുന്നൊരു സാമ്പാറിൻ്റെ ടേസ്റ്റായിരിക്കും. എങ്കിൽ പിന്നെ ചോറ് വിളമ്പാം. ചോറിന് ഇന്ന് കണ്ണൂരിൽ മയിൽ എന്ന സ്ഥലത്തുണ്ടാക്കുന്ന അരിയാണ്. നല്ല രുചിയാണ് ഈ ചോറ്. കുത്തരി, ഒരു മായവും ഇല്ലാത്ത നല്ല അരി. പിന്നെ നാട്ടിൽ തന്നെ കൃഷി ചെയ്ത് കിട്ടുന്ന ചുവന്ന ചീരയും ഇവിടുത്തെ വീട്ടിൽ നിന്ന് കിട്ടിയ വെണ്ടയ്ക്കയും വഴുതിനങ്ങയും ഒക്കെ ചേർത്ത നല്ല സാമ്പാർ. പിന്നെ അടുത്തതായി ഇന്നത്തെ നമ്മുടെ ഹീറോ ആയ ഇഞ്ചിത്തൈര്. ഏത് മഴക്കാലത്തും കഴിക്കാവുന്ന ഇഞ്ചിത്തൈര്. ഇനിയിപ്പോൾ മഴയായിപ്പോയല്ലോ, അതുകൊണ്ട് തൈരും മോരും ഒന്നും കഴിക്കാൻ തോന്നില്ല. എന്നാൽ ഈ ഇഞ്ചിത്തൈര് എല്ലാ തണുപ്പിനും കഴിക്കാം. പിന്നെ കൂടെ പപ്പടവും ചൂട് കഞ്ഞിവെള്ളവും എങ്കിൽ കഴിക്കാം.